അലമ്പില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഈ സാധനം അലർജിയാന്ന് പറയുന്നത് കുറേ പേർക്ക്. കൈ നോക്കട്ടെ. ഈ നല്ല ഭംഗി, നല്ല പടമായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു നമുക്ക് ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിലുള്ള ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങള് റീലെടുക്കായിരുന്നു ഗൈസ്. 10ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം എലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് തിരക്കിൽ വിട്ടുപോയി. തിരക്ക് എന്താണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പം ഞാനും ചേട്ടനും കാലത്ത് തന്നെ വന്ന് വോട്ട് ചെയ്യുകയാണ്. സാധാരണ ഞങ്ങൾ കാലത്ത് തന്നെ വോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എന്തായാലും വോട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ പോകാമെന്ന് കരുതി. ശരിക്കും പറഞ്ഞാൽ ഒരു സൺഡേ വൈബ് തന്നെയായിരുന്നു കേട്ടോ. എല്ലാവർക്കും മുടക്കല്ലേ, പിള്ളേർക്കൊക്കെ മുടക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡോൺ ബോസ്കോ കോളേജിലായിരുന്നു ഞാൻ, കൊല്ലൂക്കരയിൽ. അവിടുത്തെ ഗ്രൗണ്ടൊക്കെ കണ്ടു, ഭയങ്കര ഫുട്ബോളിൻ്റെ കോച്ചിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഗ്രൗണ്ട്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കൈ നോക്കട്ടെ. ഈ നല്ല ഭംഗിയിൽ കളിച്ചിട്ടുണ്ട് ബ്രഷ് അല്ലേ കേട്ടോ. ഇല്ലേ അലമ്പില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഈ സാധനം അലർജിയാന്ന് പറയുന്നത് കുറേ. എന്നത്തെയും പോലെ ഞാൻ തലേ ദിവസം നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് വിരൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തലേ ദിവസം ഫിലിമിന് പോയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര ലേറ്റ് ആയിട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ കാലത്ത് തന്നെ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കറി ഞാൻ ഉണ്ടാക്കി. ഞങ്ങളിവിടെ പൊറോട്ടാനീന്ന് വെള്ളയപ്പൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെള്ളയപ്പ. ഞങ്ങളുടെ തൃശ്ശൂർ അല്ലെങ്കിൽ ഇങ്ങനത്തെ വെള്ളയപ്പത്തിന് ഇത്തിരി ഫേമസ് ആണ്. നമ്മുടെ വെള്ളയപ്പങ്ങാടിയിൽ പോയി കഴിഞ്ഞ് ഇതേപോലത്തെ വെള്ളയപ്പം കിട്ടും. പിന്നെ അവിടത്തേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് ഈ പൊറോട്ടാനിലത്തെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അപ്പം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ചില ദിവസം കറിയും മേടിക്കാൻ പറ്റാറുണ്ട്. ഇപ്രാവശ്യം കറി കഴിഞ്ഞു. അപ്പം ഞാൻ വേഗം കറി ഉണ്ടാക്കുക ചെയ്തത്. അപ്പം ഞാൻ കാവണങ്ങാട് പോകണമായിരുന്നു ഒന്ന്. അപ്പോൾ കുറേ നാളായിട്ട് പോയിട്ട് അവിടെ പോയി കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ. അവിടുത്തെ ഒരു അന്തരീക്ഷം, അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ തിരിച്ചിട്ടോ. ഇന്ന് ഷോപ്പ് മുടക്കാണ്, പക്ഷെ ഒരു കസ്റ്റമർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് എത്തണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ വോട്ട് ചെയ്യാൻ പോയത്. നമുക്കൊരു 7 മണിക്ക് ആകുമ്പോൾ വോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ 8 മണിക്ക് ആകുമ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പൊതുവേ കാലത്ത് തന്നെയാണ് കേട്ടോ വോട്ട് ചെയ്യാൻ പോകാറ്. അങ്ങനെ ഉച്ചയാവാനൊന്നും നിൽക്കാറില്ല. അങ്ങനെ പിന്നെ ചായയൊക്കെ വെച്ച് ഫുഡ് കഴിച്ച് പോയാൽ സമാധാനമായിട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. കാരണം വിശന്ന് കഴിഞ്ഞാൽ അഭിചാരനെ പിടിച്ചാൽ കിട്ടില്ല. മാത്രമല്ല എനിക്കിപ്പോൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്ത് എനിക്ക് ഭയങ്കര വയറുവേദനയാണ് കേട്ടോ. അതെൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്. അമ്മയ്ക്ക് സെയിം തന്നെയാണ്. ഭയങ്കര വയറുവേദനയായിരിക്കും. എനിക്ക് 2 ദിവസം പിന്നെ എനിക്ക് ഒന്നിനും പറ്റില്ല. പുറം വേദന, ഛർദി അങ്ങനെയൊക്കെ വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡിയായി അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ആദ്യം സ്റ്റൂളും പിടിച്ചിട്ടിട്ട് എൻ്റെ കിച്ചണിലെ ബോർഡിൽ വരച്ച പടമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഷാദി എന്നെ എനിക്ക് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ അഭിചേട്ടൻ കാറെടുത്ത് മുന്നോട്ടെടുത്തു. പിന്നെ കാറൊക്കെ ഇറക്കി കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റൊക്കെ അടച്ച് ഞങ്ങൾ ഒരുമിച്ച് കയറാ ചെയ്യാം. പിന്നെ എൻ്റെ അസിസ്റ്റൻസ് ഇവരായിരുന്നേ. അതൊക്കെ കാണിച്ചു കൊടുത്തു. ഭാഗ്യം ഇപ്രാവശ്യം ചെറുതായിട്ടേക്കണം, അല്ലെങ്കിൽ മാന വലിപ്പത്തിലിട്ട് തരാം. ഗേറ്റ് അടച്ചോ, ഗേറ്റ് അടച്ചോ, ഗേറ്റ് അടയ്ക്കാൻ പറ്റും. അസിസ്റ്റൻസ് അബ്ചേട്ടൻ ഇന്നലത്തെ ഫിലിം എങ്ങനെയുണ്ടായിരുന്നു? കളം കാവൽ നല്ല പടമായിരുന്നു. അമ്മക്ക് അടിപൊളിയായിട്ട്. അമ്മക്ക് മാത്രല്ല അല്ലേ, വിനായകനും ഭയങ്കര അടിപൊളി. ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നെങ്കിൽ കൂടിയിട്ട് അത് സെറ്റായി ചെയ്തു. ദേഷ്യം വരെ നമുക്ക് മമ്മൂട്ടീനെ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ശരിക്കും പറഞ്ഞ ഒരു നമുക്ക് ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിലുള്ള ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ മമ്മൂട്ടി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ദേഷ്യം വരുമ്പോ അല്ല അത്രയും ഒരു കൊല്ലാനുള്ള ഒരു ഇത് വരുമ്പോ ബീഡിയൊക്കെ ഇങ്ങനെ വായിക്കും, ഇങ്ങനെ ഒരു കയറ്റുന്ന ഒരു ഇതുണ്ട്. ദേഷ്യം വരും നമുക്ക്. അങ്ങനത്തെ ഒരു സംഭവം നല്ല സിനിമയായിരുന്നു കേട്ടോ. കുറച്ച് അങ്ങനെ ഫീൽ ഗുഡ് മൂവി ഒന്നല്ല, അങ്ങനെ ഡിസ്റ്റർബിങ് ഒക്കെ ചിലർക്ക് അങ്ങനെ ആയിരിക്കും. അങ്ങനത്തെവർക്ക് പറ്റുന്ന ഒരു പടമല്ല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയി ബുക്ക് ചെയ്ത് പോയി കണ്ടതാ ജ്യൂസില്. ചേട്ടൻ പെല്ലക്സിൽ പോകുന്ന പറയണേ അല്ലേ? ഏത് അവതാർ കാണാൻ? പല്ലക്സി അല്ലേ? പല്ലക്സി തന്നെ ഞാൻ പറഞ്ഞത്.
അങ്ങനെ പിന്നെ ഫിലിമിന്റെ റിവ്യൂ ഒക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഭക്തിഗാനൊക്കെ വെച്ച് പതിവ് പോലെ തന്നെ അമ്പലത്തിൽ പോകുമ്പോൾ ഭക്തിഗാനം കേൾക്കാണ്ട് ഞങ്ങൾ പോകാറില്ല. അങ്ങനെ ഭക്തിഗാനൊക്കെ വെച്ച് ഞങ്ങൾ അമ്പലത്തിലെത്തിട്ടോ. പിന്നെ അവിടെ പോയാൽ പിന്നെ അത് അങ്ങനെ വലിയ തിരക്കൊന്നും അവിടെ ഉണ്ടാവാറില്ല. അപ്പം ഞങ്ങൾ സമാധാനത്തിൽ പോയി തൊഴുത് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് അവിടെ എനിക്ക് പരിചയത്തിലുള്ള ഒരു ഫാമിലിയിൽ ഞങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഞങ്ങൾ പോന്നു കേട്ടോ. ഞങ്ങൾ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ വഴി കൂടെ നടക്കുള്ളൂ. ഭയങ്കര ഇഷ്ടം. അങ്ങനെ മരങ്ങളാൽ കവർ ചെയ്തുള്ള ഒരു നടക്കണ വഴിയാണ്. അത്യാവശ്യം ആൾക്കാർ അമ്പലത്തിലുണ്ട്, പക്ഷെ അങ്ങനെ തിരക്കൊന്നും ഫീൽ ചെയ്യാറില്ല. ഞങ്ങൾ ജസ്റ്റ് അധികം സമയം വേണ്ട, നമുക്ക് ജസ്റ്റ് തൊഴുതിറങ്ങാം, അത്രേ ഉള്ളൂ. പിന്നെ അഭിചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമേഴ്സ് വരും, അപ്പോൾ ലേറ്റ് ആവരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഞാനും അമ്മയും കൂടെ ചെറിയ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. താങ്കളോട് എന്താ ചെയ്യണത്? എനിക്ക് റീൽ എടുത്ത് തരാറ്, സ്റ്റാച്ചു ചെയ്യാം. സ്റ്റാച്ചു അയ്യേ കളിക്കാറിയില്ല. ഞങ്ങള് റീൽ എടുക്കായിരുന്നു ഗൈസ്. മൈക്ക് വേണ? വേണ്ട, രണ്ടെണ്ണം എടുത്ത് കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇനി ഇവർക്ക് പരീക്ഷ ആയതുകൊണ്ട് ഇനി ഇവരെ കിട്ടില്ല. ഇനി ഒരെണ്ണം കൂടി എടുത്തിട്ട് ഒരെണ്ണം കൂടി രണ്ടെണ്ണം വന്നോണ്ട് ഞങ്ങളെങ്ങനെയോ 2 റീലൊക്കെ എടുത്തു. എൻ്റെ പൊന്നോ കഷ്ടപ്പാട്, 2:30 അധികം പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് മെയിൻലി. പിന്നെ എനിക്ക് അതിൽ ശിവനും അയ്യപ്പനും കൃഷ്ണനൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്ക് മുദ്രകളൊക്കെ തെറ്റാ കളിക്കുമ്പോൾ. അത് തെറ്റാൻ പാടില്ല. നമ്മൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാവും. എന്നാലും റോട്ടിൽ കൂടെ പോണവരൊക്കെ കളിയാക്കി തുടങ്ങി. ആ ചോറിന്റെ കൂടെ ചമ്മന്തിയൊക്കെ പറ്റില്ലേ? ഇപ്പൊ കൊറേ നാളായിട്ട് റീലെടുക്കലൊന്നും ഇല്ല. രാത്രി തട്ടിക്കൂട്ട് റീല് പോലെ ഇവിടെ അകത്ത് നിന്ന് എടുക്കും. മറ്റേത് സമയം കിട്ടണില്ല. ഡാഡി വർക്കിന്റെ റിപ്പോർട്ട് ചെയ്യണോണ്ടേ. റെക്കോർഡ് ഇന്ന് തീർക്കണം എന്ന് വിചാരിച്ചതാ, പക്ഷെ തീരില്ല. ബീച്ചൊക്കെ ഞാൻ ഇന്നലെ പോയി മേടിച്ചു, പക്ഷെ തിന്നു ഞാൻ ഇരുന്നിട്ട്. ഈ ചോറ് കൊടുക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവരെ പഠിക്കാനിരുത്തും. ഞാൻ എഴുതുകയും ചെയ്യും. ഐ ഹെൽപ്പർ. ലിപ്സ്റ്റിക്കിന്റെ കളർ ഈ ലൈറ്റിലായോണ്ട് ഓറഞ്ച് കളറായിട്ട് തോന്നുന്നുണ്ട്. റെഡാ. ഞാനൊരു ചമ്മന്തി റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അവിടെ അമ്മ രാഗിരിയമ്മ വന്നപ്പോ ഉണ്ടാക്കിയ ഒരു ചമ്മന്തിയാണ്. പക്ഷെ അത് കൊള്ളാം. ഏത് ചമ്മന്തി ഉണ്ടാക്കണ്ട, വെറുതെ പുളിയിട്ടുള്ള ചമ്മന്തി വേണം. അപ്പൊ ഗൈസ് സാധാരണ ചമ്മന്തി ഉണ്ടാക്കണേ. ആ ചമ്മന്തി വേറെ ദിവസം കാണിച്ചു. നീ വലുതായിക്കോ. ഞാൻ കുനിഞ്ഞിക്കണോണ്ടാ. ഗൈസ് നിങ്ങൾ പറയൂ,
ഞാനും ആദ്യമാണോ ഞാനും ഇവളുമാണോ മുഖഛായ? ചായ കാച്ചൽ ഞങ്ങൾ ആരും തമ്മില്ല. ചില ഫോട്ടോസ് കണ്ടിട്ട് ഞാനും ആദ്യം കൂട്ടന ചായ എന്ന് പറയുന്നു. നേരിട്ട് കാണുമ്പോൾ ഞാനും ഇവളാ ചായ എന്ന് പറയുന്നു. അപ്പൊ അച്ഛനാരുടെ ചായ? അച്ഛന്റെ മോളായോണ്ട് അങ്ങനെയല്ല പറയുന്നത്. എല്ലാവരും നീ എന്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ, എന്നെ ചെറുപ്പത്തിൽ അറിയുന്നവരൊക്കെ നിന്നെ കാണുമ്പോ എന്റെ പോലെ എന്നാ പറയാറ്. അച്ഛനെ അമ്മയ്ക്ക് അറിയണില്ലേ? എന്നിട്ട് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ആ കാലത്ത് ഇത്ര ഈ ചെറുപ്പത്തിലൊന്നും അങ്ങനെ 10ാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ കണ്ടിട്ടല്ലോ. അതിന് മുന്നേ അത് ഞാന് 1ൽ പഠിക്കുമ്പോ പ്രായത്തിൽ എനിക്ക് എന്തോരം മുഖച്ചായിട്ട് ഓർമ്മയുണ്ട്. എനിക്ക് വലിയ കാര്യത്തിൽ ഓർമ്മയില്ല. മതി 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 ഉള്ളി മതി. 10ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും എനിക്ക് മുഖൊന്നും ഓർമ്മയൊന്നുമില്ല സത്യമായിട്ടും. ഫോട്ടോയിലൊക്കെ അങ്ങനെ ആരാ ബിബി ആരോട്ട ഫോട്ടോയിലൊക്കെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് മുഖം. പൈസ ഡ്രസ് മാറിട്. ഫുഡ് കഴിക്കുമ്പോ മൈക്ക് എടുക്കാണ്ട. ഞാൻ മാറ്റി വെച്ചതായിരുന്നു. ഗുളികയില്ലേ കച്ചു ലിറ്റിൽ ബിറ്റ് ഓഫ് ഇടിച്ച മുളക് പൊടി, തട്ട കാശ്മീരി മുളക് പൊടി തട്ട, കുറച്ചും കൂടി ഇടിച്ച മുളക് പൊടി തട്ട ഇടിക്കാം. പിന്നെ എന്നിട്ട് വേണ്ടെന്നറിയോ? ഉപ്പ്. കല്ലുപ്പാണ് ഇടണത്. അപ്പൊ കല്ലുപ്പിന്റെ പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ട് അപ്പൊ ഞാൻ ഓഫ് ചെയ്യണം. ഗൈസ് ഉപ്പ്, അയ്യാ മിക്സ് മിക്സ് മിക്സ്. പിന്നെ ഒരു സംഭവം ഒഴിക്കാം. എന്നിട്ടാ ഇച്ചിരി വെള്ളം. എന്തിന്? പുളി. പുളി അമ്മ കല്ലില് ഇടിച്ചു തന്ന പുളി. പുളി പുളിയാണ് ഇവിടെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ പുളി ഇത്ര ഇടണ്ട, ആവശ്യത്തിന് അവനാന്റെ ആവശ്യത്തിന് വേണം. മതി. ഡാഡി അടയ്ക്ക ചതയ്ക്ക. നിങ്ങൾ 1 മണിക്കൂറിന്റെ വീഡിയോ എടുത്തുണ്ടോ? നോക്കിയ കണ്ണീന്ന് വെള്ളം വരും, പക്ഷെ മൈൻഡ് ചെയ്യരുത്. ചതയ്ക്ക. വീഡിയോ എടുക്കുന്നവരുടെ കണ്ണീന്ന് വെള്ളം വരും, പക്ഷെ മൈൻഡ് ചെയ്യരുത്. കഴിഞ്ഞു. ഉപ്പുണ്ടോന്ന് നോക്കാം. ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇടാം. സ്വാഹ. നമുക്ക് ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. അല്ല ഇത്തിരി കൂടി അല്ല, ഞാൻ ഒഴിച്ചിട്ടില്ല വെളിച്ചെണ്ണ. വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞു. മീൻകറി ഉണ്ട്, വെറുതെ ഒരു പ്രഹസനം. അപ്പൊ എനിക്ക് മീൻകറി മന്ദ. ഇങ്ങനെ കല്ലിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ 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 ഇളക്കാം. പുളിയൊക്കെ ഇങ്ങനെ 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 കുത്തി ഇളക്കാം. ഇതിങ്ങനെ എടുക്കുക. വാവ്. ഇത്തിരി വെള്ളം ഒഴിച്ചാലേ ഇങ്ങനെ ചാറ് കിട്ടും. പുളിവെള്ളം ഒഴിച്ചാൽ മതി. അത് പുളിവെള്ളം ഉണ്ടെങ്കിൽ ഞാൻ പുളിവെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. പുളിവെള്ളമല്ല, പുളി കുറച്ച് നേരം മുന്നേ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് അത് ചതയ്ക്കുക. അപ്പം ഒന്നും കൂടി അടിപൊളിയാവും.
ചമ്മന്തി റെഡി. അപ്പോൾ നമുക്ക് മാമുണ്ണാം. മോനെ വിളിച്ച് നോക്കട്ടെ. അഭിമോൻ എന്താ വരാത്ത ചോദിക്കട്ടെ. വെയിലത്തായി നട്ടപ്പുറം വെയിലത്താ ഞങ്ങൾ റീലെടുത്ത്. അല്ലാണ്ട് സമയം പഠിക്കണ്ട. റീല് പഠിച്ചിരുന്ന് പറയാൻ പറ്റുമോ? അല്ല, റീല് പറഞ്ഞിട്ടിരുന്നാ പഠിച്ച എന്തൊക്കെ ഞാൻ പറയണേ. റീലെന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് പഠിക്കാണ്ടിരുന്നാൽ പറ്റുമോ? അപ്പോൾ അതെടുക്കണം. പിന്നെ ഇതാണ് ഞാൻ തുന്നി വെച്ചേക്കണേ. ഇത് ഞാൻ ഇന്നലെ കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചതാണ്. പക്ഷെ ഇത് ഇന്നലെ കംപ്ലീറ്റ് ആയില്ല. ഇത് ഇന്നേക്ക് ചെയ്യാൻ വെച്ചതാണ്. ഇത് തൊട്ടിട്ടില്ല. ഇന്ന് ചെയ്യണം. അങ്ങനെ തിരക്കുള്ള ദിവസങ്ങളിൽ നമ്മുടെ നാവൊക്കെ കുറച്ച് മാറിപ്പോകുന്നു അറിയില്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ നടക്കുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് ഒന്നും അങ്ങോട്ട് എത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കറക്റ്റ് വീഡിയോസ് ഇടാനോ റീൽസ് എടുക്കാനോ ഇപ്പോൾ സമയം കിട്ടുന്നില്ല. നമ്മൾ ഒരു സമയത്ത് ഞാൻ അതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതെനിക്ക് ചെയ്യണം, അത് ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യും. പക്ഷേ നമ്മൾ വേറൊരു കരിയർ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കോഴ്സുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരി വർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെക്കോർഡുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണോ അത് വർക്ക് ചെയ്ത് റെക്കോർഡാക്കിയിട്ട് വെക്കണം. മാത്രമല്ല നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്താലേ നമുക്ക് ആ വർക്ക് നമ്മൾ പഠിച്ച സ്റ്റിച്ചുകൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റുള്ളൂ. ഇത്തിരി കൂടി സ്പീഡ് ആവുള്ളൂ. നമുക്കത് ചെയ്ത് വരുമ്പോൾ പല ഡൗട്ടുകളും തോന്നും. അതൊക്കെ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യണമല്ലോ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അത് പണ്ട് മുതലേ ഇഷ്ടമാണ്. അപ്പം ഈ സ്റ്റിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഡൗട്ടായിരുന്നു. അപ്പം അത് ഞാൻ ഷഞ്ചന വന്നപ്പോൾ ഷഞ്ചനയുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്ത് ഞങ്ങളത് ചെയ്യാനിരിക്കുമ്പോൾ ഇപ്പോൾ കണ്ണാട വെക്കാനോട്ടോ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് എൻ്റെ കഴുത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്ട്രെയിനും. കഴുത്തിനും അതെ കണ്ണിനും അതെ. അപ്പം ഞാൻ ഈ കണ്ണാട വെക്കും കേട്ടോ. അപ്പം ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഒരു ഈസിയാണ്. നമുക്ക് വല്ലാണ്ട് സ്ട്രെയിൻ കണ്ണിന് ഫീൽ ചെയ്യാറില്ല. അപ്പം ഞാൻ നമ്മുടെ ഹെൽത്ത് നോക്കണമല്ലോ. അപ്പം ഞാൻ കണ്ണാട വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുക. ഇത് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇത് ഭയങ്കര സ്റ്റൈലായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര സ്റ്റൈലായിട്ട് തോന്നുന്നില്ല. എനിക്ക് കണ്ണട മാറ്റണം എന്നുണ്ട്. പക്ഷേ ഇപ്പം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ചേട്ടൻ ഓടിക്കും. പിന്നെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇനി അങ്ങനത്തേതായ ചിലവുകൾ ഞാൻ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം മറ്റേത് കടയിൽ പോയിരുന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഇൻകം കയ്യിൽ കിട്ടിയിരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വട്ടപൂജയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് ഉയർത്തെഴുന്നേക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് കേട്ടോ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചേക്കണേ. അങ്ങനെ പിന്നെ അതെ ആദ്യം ട്യൂഷൻ കൊണ്ടാക്കണം. ഒരു സ്ഥലത്തിരുന്ന് എനിക്ക് കറക്റ്റായിട്ടിരുന്ന് ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ട്യൂഷന് കൊണ്ടുവന്നാക്കണം, ട്യൂഷന് കൊണ്ടുവരാൻ പോകണം, ചിലപ്പോൾ ആമീൻ്റെ ഡാൻസിന് കൊണ്ടുവന്നാക്കണം. അങ്ങനെ തന്നെ ഒരു ഓട്ടാണ്, ഒരു ഓട്ടപ്പാച്ചിൽ നിന്ന് തന്നെ പറയാം. അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. മൊത്തത്തിലൊരു സ്ട്രെയിനായിരുന്നു. കാരണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുത്തിരുന്ന് ചെയ്യുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തലയ്ക്കും അതെ മൈൻഡിനും അതെ മൊത്തത്തിലൊരു സ്ട്രെയിനാണ്. അപ്പോൾ ചേട്ടൻ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകാം. മാത്രമല്ല ആദ്യക്ക് പിറ്റേ ദിവസം ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ റെഡ് ടീഷർട്ട് അവനില്ല, വൈറ്റ് ടീഷർട്ടും ഇല്ല. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് കരുതി ഞാൻ പറഞ്ഞു ചെറിയൊരു ടീഷർട്ട് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ പോയത്. സ്റ്റുഡിയോയിലാകുമ്പോൾ നമുക്ക് അധികം റേറ്റ് ഇല്ലാത്ത ഐറ്റം കിട്ടുമല്ലോ. പക്ഷേ റെഡ് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾക്ക് വൈറ്റാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരൊക്കെ ഒന്ന് കറങ്ങി കുരിയച്ചിറ വഴി കയറിയിട്ടാണ് പോയത്. ഞങ്ങളുടെ ഒരു സ്റ്റാറിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ചേട്ടനയിൽ കൊടുക്കാൻ പോയതാണ് മെയിൻലി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ കയറി ചേട്ടൻ ഒരു വൈറ്റ് ഷർട്ടൊക്കെ നോക്കി. പക്ഷെ വാങ്ങിച്ചില്ല കേട്ടോ. ഞങ്ങൾ ആദ്യമൊക്കെ ഒരു ടീഷർട്ട് മാത്രം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാഗിണി അമ്മ ഊട്ടിയിലേക്ക് പോകുമായിരുന്നു. അപ്പം അമ്മയ്ക്ക് ടാറ്റ ബൈ ബൈ ഹാപ്പി ജേഡി ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ അതെ എൻ്റെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തവനാണ് അവനെ അതെടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ തല കുമ്പിട്ട് അങ്ങനെ പോകും. ഞാൻ എവിടെയോ വെച്ച് മറന്നു. വീട്ടിലേക്ക് പോയിട്ടായിരുന്നു. ചേട്ടൻ്റെ അമ്മ രാഗിണി അമ്മ നാളെ ഊട്ടിക്ക് ട്രിപ്പ് പോവുക. ഒന്നുമില്ല, അമ്മയുടെ കുറച്ച് ഇങ്ങനെ ഫിസിയോതെറാപ്പിക്ക് പോകണം ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ, തണവാണല്ലോ ഊട്ടിയിൽ, തണവായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കൊടുക്കാനും ഹാപ്പി ജേണി പറയാനും വേണ്ടി പോയതാണ്. അപ്പോൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. ആദ്യക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ആദ്യം അവിടെ ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പോന്നു. ഞാൻ എൻ്റെ തയ്യൽ കുറച്ചൊക്കെ ഞാൻ വിചാരിച്ചതൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തു. പക്ഷേ ബീഡ്സ് കുറച്ചും കൂടി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഇത് വെച്ചിട്ടല്ലേ കണ്ടേ, ഇത് ഞാൻ ഫിനിഷ് ചെയ്തു കേട്ടോ. ചെയ്തു വന്നപ്പോൾ രസമുണ്ടേ. ഇതെനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചെയ്ത രീതി വേറെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സഞ്ജുനെ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തന്നത് ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ശരിയായി. ഇത് നമ്മൾ അത്രയും വലിയ പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യുന്നതല്ല. നമ്മളിപ്പോൾ പഠിച്ച് നേരെ അത് റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും വലിയൊരു പെർഫെക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും രസമായിട്ടല്ലേ. പിന്നെ ഞാനൊരു സംഭവം വെറൈറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ചു തരാം. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണിത്. കാണിച്ചു. ഇതെങ്ങനെയുണ്ട്? ഈ ഹെയറൊക്കെ ചെയ്തില്ല ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ട് ചെയ്തതാണ്. ഈ ഡ്രസ്സിന് ഇവിടെയൊക്കെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണുന്നുണ്ടോ? എങ്ങനെയൊക്കെ ഞാൻ ക്യാമറ പിടിക്കുന്നേ കണ്ട.
ഹെയറൊക്കെ ആക്കി കെട്ടിയിട്ട് ഡ്രസ്സ്. ഇത് രണ്ട് സ്റ്റിച്ചാണ്, ഇതും രണ്ട് സ്റ്റിച്ചാണ്. ഹെറിംഗ് ബോണും വൈറ്റ് സ്റ്റിച്ചും. അപ്പോൾ അത് രണ്ടും ഫ്രോക്കായിട്ട് കൊടുത്തു. ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ റെക്കോർഡുകൾ പോകണേട്ടാ. ഇത് രണ്ട് സ്റ്റിച്ചാണ്. ഇനി ഇത് വേറൊരു സ്റ്റിച്ചാണ് ഫില്ലിങ് സൈക്കിളിൻ്റെ. ഇത് വീല്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് ഇത്രേ ആയിട്ടുള്ളൂ. പിന്നെ ഇനി ഫുള്ള് ഇതിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് കാണിച്ചു തരാം കേട്ടോ. ക്യാമറ സെറ്റ് ചെയ്യട്ടെ. പിന്നെ ഇത് മാജിക് ചെയിനും ഇതൊക്കെ ഫില്ലിങ്ങാണ്. ഇതാണ് എൻ്റെ കൊളായത്. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ആക്കാനുള്ളതാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് എൻ്റെ ഫസ്റ്റാണ്, ആ കൊളായി. പിന്നെ ഇത് ഇതൊക്കെയാണ് എൻ്റെ വർക്കുകൾ. ഇത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യില്ലെന്ന് അറിയായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ ഇടയിൽ ആദ്യക്ക് നാളെ സെലിബ്രേഷൻ ഉണ്ടാകുമ്പോൾ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ടീഷർട്ട് മേടിക്കാൻ പോയി. അങ്ങനെയൊക്കെ സമയം പോയി. ഇൻട്രസ്റ്റിംഗ് ആണ് ഇത്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. സമയമില്ലാത്തടത്ത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സിലാണ് ഞാൻ ചെയ്യണ പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ശരിക്കും ഒരു സൺഡേ പോലത്തെ ഒരു ഫീലാണ്. ശരിക്കും സൺഡേ അല്ല, ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും മുടക്കായതുകൊണ്ട് ആ ഒരു ഫീലുണ്ട്. അബ്ചേട്ടൻ ഉച്ചവരെ ഓഫീസിൽ പോയിട്ട് അബ്ചേട്ടൻ 4 മണി കഴിഞ്ഞിട്ട് അബ്ചേട്ടൻ വന്നിട്ട് ഫുഡ് കഴിച്ചത്. അങ്ങനെയൊക്കെ. അപ്പം ഇന്ന് എലക്ഷൻ ഞാൻ ആലോചിക്കുക, എലക്ഷൻ സ്ഥാനാർത്ഥികളെക്കാളും അതിൻ്റെ അണികളുണ്ടല്ലോ, പിന്നാലെ നടന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ചേട്ടന്മാരായിട്ടും അനിയന്മാരായിട്ടും ഒരുപാട് പിള്ളേരും ഇവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ഇന്നലെയൊക്കെ ബൂത്ത് കെട്ടാനും ഇതിനൊക്കെ ആയിട്ട് കുറേ പേരൊക്കെ നല്ല ലേറ്റായിട്ടാണ് വീട്ടിലൊക്കെ എത്തിയേക്കണേ. പാവം തോന്നുന്നു അവരിങ്ങനെ നിന്ന് പ്രവർത്തിക്കണം കാണുമ്പോൾ. പിന്നെ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ചിലപ്പോൾ പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു വിഷമമായിരിക്കും. അയ്യോ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് എല്ലാം അവസാനിക്കുമ്പോൾ അതൊരു വിഷമല്ലേ. അങ്ങനെയൊക്കെ. സ്ഥാനാർത്ഥികളായാലും അവരും അവരുടെ മാക്സിമം വിജയത്തിന് പരിശ്രമിക്കുമല്ലോ. ബാക്കിൽ നിൽക്കണം, പിന്നെ നമ്മൾ സപ്പോർട്ടിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ചതിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവർ മാക്സിമം അവരുടെ എഫേർട്ട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ നാളെ എല്ലാവർക്കും റെസ്റ്റ് ആയിരിക്കും. മറ്റന്നാൾ അതിൻ്റെയൊക്കെ റിസൾട്ട് വരും. എന്താവാം, എല്ലാവരും ജയിക്കട്ടെ. എല്ലാവരും അല്ല, നമുക്ക് കുറച്ച് പേഴ്സണൽ ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ വിജയിക്കട്ടെ. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ മുന്നത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതെന്തോരം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കട്ടെ. മേ ബി ഒരു ചെറിയൊരു വ്ളോഗിലായിട്ടുള്ളതായി ഉണ്ടാവും. എൻ്റെ വ്ളോഗുകൾ എഡിറ്റിംഗ് ഒന്നും നടക്കണില്ല. എനിക്ക് ഇതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി ഫ്രീ ആവും. നാളെ ഞാൻ ഒരു വ്ളോഗ് എനിക്ക് അപ്ലോഡ് ചെയ്യണം. കുറേയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഫുള്ളി കഴിഞ്ഞിട്ടില്ല. വലിയ ക്ലിപ്പിട്ടുള്ളതുകൊണ്ട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഞാൻ എല്ലാ ദിവസവും രാത്രി ഇടോട്ടെ. എനിക്ക് ഇടാണ്ട് ഉറങ്ങാൻ പറ്റില്ല. കുറേ വർഷങ്ങളായിട്ട് ഇതിട്ട് കിടക്കുന്നതുകൊണ്ടേ എനിക്ക് ഇതിട്ട് കിടന്നില്ലെങ്കിൽ എന്തോ കുറവ് പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എല്ലാ ദിവസവും ഇട്ട് കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്നാൽ ഈ വ്ളോഗ് ചെയ്യുന്ന എനിക്കറിഞ്ഞൂടാ. പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.